എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാലോ പറയാൻ. കാരണം വിഷയദാരിദ്ര്യമുള്ള നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി അവരുടെ ജീവിതം പുറത്തേക്ക് എത്തിച്ച് ഞാൻ നല്ല പുള്ള ചമയുന്നു. കാരണം നിങ്ങൾ ഏറ്റവും ഒരു മോശക്കാരിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു കാണിച്ചിട്ട് നിങ്ങൾ നല്ല പുള്ള ചമയുന്നു. അതിൽ നിന്ന് നിങ്ങളുടെ ലക്ഷ്യം കാശുണ്ടാക്കുക എന്നതാണ്. പിന്നെ അതുപോരാഞ്ഞിട്ട് ആരെങ്കിലും മോശം കമൻ്റ് എഴുതിയാലോ അതും ഒരു വീഡിയോ ആക്കി ഇറക്കി പിന്നെയും നിങ്ങൾ കാശുണ്ടാക്കുന്നു. കാശ് എന്ന് പറയുന്നത് പണം, അതാണ് ഏറ്റവും നല്ലത്. പണം എന്ന് പറയുന്നത് ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അത്യന്താപേക്ഷിതമാണ്. പണമില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ? റേഷൻ കടയിൽ പോയി അരി വാങ്ങിക്കുമ്പോൾ പോലും തുച്ഛമായ ഒരു പൈസ നമ്മൾ കൊടുക്കണം. അപ്പോൾ പിന്നെ പണമില്ലാതെ എങ്ങനെയാണോ ജീവിക്കുന്നത്? പിന്നെ വിഷയദാരിദ്ര്യം എന്ന് പറയുന്നത് 2-3 ദിവസം വീഡിയോ കാണാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എടുത്ത് അതിനെ അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ എവിടെയാണോ വിഷയദാരിദ്ര്യമാകുന്നത്? അത് ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പക്ഷേ താങ്കൾ എന്നോട് ചോദിച്ച ഈ ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി തരണമെന്ന് തോന്നി. നിങ്ങളുടെ കമൻറ്റ് മോശമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മോശമായ അഭിപ്രായ പ്രകടനം നടത്തിയൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ ഉന്നയിച്ച 3 കാര്യങ്ങൾ, ഞാൻ കാശിനു വേണ്ടി മറ്റൊരാളുടെ ജീവിതം എടുത്തു കാണിച്ച് ഞാൻ നല്ല പുള്ള ചമയുന്നു, കൂടാതെ നിങ്ങൾക്ക് വിഷയദാരിദ്ര്യം നല്ലതുപോലെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കമൻറ്റ് കൂടി എടുത്ത് വീഡിയോ ആക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കമൻറ്റുകൾ എഴുതുന്നവരെ വീഡിയോ ആക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സഭ്യമായ ഭാഷയല്ലാതെ എഴുതുന്നവരുടെ കമൻറ്റുകൾ പിന്നെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ പറയുന്നവർ കമൻറ്റ് എഴുതാതിരിക്കുക. ഇത്രയും നാൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പലരെയും കമൻറ്റുകൾ മായ്ച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. ഇനി അങ്ങോട്ട് ഇന്ന് മുതൽ എനിക്കെതിരെ മോശം കമൻറ്റ് ഇടുന്നവരുടെ പ്രൊഫൈൽ അടക്കം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പലരും എന്നോട് കഴിഞ്ഞ ദിവസം എന്നെ വളരെ മാന്യമായ ഭാഷയിൽ അഭിസംബോധന ചെയ്ത ഒരാളുടെ പേര് ചോദിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാന്യത എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. അതിലും കുറച്ചധികം മാന്യത എനിക്കുള്ളത് കൊണ്ട് ഞാനത് കാണിച്ചില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അത് മാന്യമായി ഏത് തൊഴിലും ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ വിഷയദാരിദ്ര്യം നേരിടുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വീഡിയോ ആയി മുന്നോട്ട് വരില്ല. എല്ലാവർക്കും എല്ലാ ദിവസവും ഒരുപോലെ വീഡിയോ ചെയ്യാൻ കഴിയണമെന്നുമില്ല. അതുകൊണ്ട് താങ്കളുടെ ഈ കമൻറ്റിന് എനിക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ.